പുസ്തകങ്ങൾ അങ്ങനെയാണ്. അവ വായിക്കാൻ മാത്രമുള്ളവയല്ല, ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ അടയാളപ്പെടുത്താൻ കൂടി ഉള്ളവയാണ്. പുസ്തകങ്ങൾ നമ്മളെ കേവലം അല്ലാതാക്കും. അവ നമുക്ക് ചില്ലകൾ വളർത്തും, ആത്മാവിൽ പുഷ്പങ്ങൾ വിടർത്തും. വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ജീവിതം ജീവിക്കുകയാണ്, മറ്റൊരു ലോകം കാണുകയാണ്. KR മീരയുടെ കഥയെഴുത്ത് എന്ന പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വരികളാണിവ. വായനയെക്കുറിച്ച് എത്ര മനോഹരമായാണ് KR മീര ഈ വരികളിലൂടെ പറയുന്നത് അല്ലേ. KR മീര എന്ന വ്യക്തിയുടെ, KR മീര എന്ന എഴുത്തുകാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, നമുക്കറിയാവുന്ന, ഒരുപക്ഷെ നമുക്കറിയാത്ത ഒരു പിടി കഥകൾ അല്ലെങ്കിൽ ഒരു പിടി കാര്യങ്ങൾ, അതാണ് KR മീരയുടെ കഥയെഴുത്ത് എന്നീ പുസ്തകത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കുട്ടി എന്ന നിലയിലുള്ള KR മീരയും, ഒരു എഴുത്തുകാരി എന്ന നിലയിലുള്ള KR മീരയും, ഒരു പത്രപ്രവർത്തക എന്ന നിലയിലുള്ള KR മീരയും ഈ പുസ്തകത്തിലെ പല ഇടങ്ങളിൽ വെച്ച് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് കണ്ടുമുട്ടുവാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു കൃതിയാണ് KR മീരയുടെ കഥയെഴുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുകയോ പ്രസ്താവിക്കുകയോ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും KR മീരയുടെ ആ വ്യത്യസ്തമായ ഒരു എഴുത്തു ശൈലി കൊണ്ട് ഈ പുസ്തകം വായനക്കാർക്ക് പ്രിയപ്പെട്ടതായി മാറുവാനുള്ള ഒരു സാധ്യത വളരെ വലുതാണ്. തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഒരു ഒളിവോ മറയോ ഇല്ലാതെ, കൂട്ടലോ കുറയ്ക്കലോ ഇല്ലാതെയാണ് KR മീര ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് പുസ്തകത്തിന്റെ വായനയ്ക്ക് ശേഷം ഓരോ വായനക്കാർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഓർമ്മക്കുറിപ്പുകൾ പോലെയുള്ള അല്ലെങ്കിൽ ആത്മകഥകൾ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വായനക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ KR മീര എന്ന എഴുത്തുകാരിയെ ഇഷ്ടപ്പെടുന്ന വായനക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകം തന്നെയാണ് KR മീരയുടെ കഥയെഴുത്ത്.